മണ്ണിടിച്ചിലുണ്ടായ കള്ളാടിയിലെ പ്രവർത്തനം ഇവിടെ പുരോഗമിക്കുകയാണ്. വലിയ രീതിയിലുള്ള തിരച്ചിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് ഒരാളെ കണ്ടെത്തി എന്നുള്ള വിവരം അവിടെ തിരച്ചിൽ നടത്തുന്നവർ അറിയിച്ചിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ടുള്ള ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനമാണ് ഇപ്പോൾ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാളെ കണ്ടെത്തി എന്നുള്ള വിവരമാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമായത്. ഇപ്പോൾ ആ ആളെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആംബുലൻസ് ഒക്കെ ഇവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. ആളെ ജീവനോടെ തന്നെയാണ് നേരത്തെ കണ്ടെത്തിയത് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമായത്. പക്ഷേ അതിപ്പോൾ കഴിഞ്ഞിട്ട് പിന്നീടും ഇപ്പോൾ അരമണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയാണ് എന്നതിൽ നമുക്കൊരു വ്യക്തതയില്ല. ഏതായാലും ഇപ്പോൾ നമുക്ക് ആ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവിടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാവുന്ന വിവരം 18 പേരാണ് ഈ അപകട സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിൽ 9 പേരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. 2 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെ 11 പേരായിട്ടുണ്ട്. ഇനി ശേഷിക്കുന്നത് 7 പേരാണ്. ആ 7 പേരിൽ ഒരാളെ കൂടെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള വിവരമാണ് നേരത്തെ ഉദ്യോഗസ്ഥർ നമ്മോട് പങ്കുവച്ചത്. അങ്ങനെയെങ്കിൽ ഇനി 6 പേരെയാണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ആ രക്ഷിച്ചെടുത്ത പുറത്തേക്കെടുത്ത ആളെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാനാവുന്നത്. അപകടം നടന്നത് 11:15 കൂടിയാണ്. ഇപ്പോൾ 3:55 ആയിരിക്കുന്നു. ഇത്രയധികം സമയം മണ്ണിനകത്തായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില എത്രമാത്രം ശുഭകരമാണ്, പോസിറ്റീവാണ് എന്നത് സംബന്ധിച്ചുള്ള ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ സ്ട്രെച്ചറിലേക്ക് ആളെ മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനിയിപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിക്കൊണ്ട് ഇവിടെ ആംബുലൻസ് സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, കൊണ്ടുവരുന്നതനുസരിച്ച് ജീവൻ ഉണ്ടാവാനുള്ള സാധ്യത വിരളമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ആംബുലൻസ് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ആംബുലൻസിലേക്ക് വളരെ വേഗത്തിൽ തന്നെ മാറ്റുകയാണ്. പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. എന്തെങ്കിലും ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് പരിശോധിക്കുക, അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നതും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്രയധികം സമയം മണ്ണിൽ കടന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായിട്ടുണ്ട് എന്നതിൽ സംശയമില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ജീവന്റെ തുടിപ്പ് ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അബോധാവസ്ഥയിലാവുക സ്വാഭാവികമാണ്. ഇത്രയധികം സമയം ഓക്സിജൻ കിട്ടാതെ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടന്നാൽ അബോധാവസ്ഥയിലാവാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ശേഷം വളരെ വേഗത്തിൽ തുടർന്നുള്ള പരിശോധനയും തുടർന്നുള്ള ചികിത്സാ സംവിധാനവും ഉറപ്പാക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കെല്ലാം ഉള്ളത്. അതിനുള്ള ഒരു പ്രത്യാശയും പ്രാർത്ഥനയും ഒക്കെയാണ്. എന്തായാലും ഏറെ നേരത്തിന് ശേഷം ഒരാളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആംബുലൻസിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് ആംബുലൻസ് ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് മാറുകയാണ്. ഡോക്ടർ മൂപ്പൻസ് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആംബുലൻസുകൾ ഇതുപോലെ ഇതിന് അരികിലായിക്കൊണ്ട്, ഈ റോഡിന്റെ അരികിലായിക്കൊണ്ട് മറ്റ് 2 ആംബുലൻസുകൾ കൂടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരാളെ കണ്ടെത്തി എന്നുള്ള വിവരം ലഭ്യമാവുകയും തുടർന്ന് അത് ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുകയും ചെയ്തു. അതിനൊടുവിലാണ് ആ ആളെ ഇപ്പോൾ പുറത്തെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രയധികം സമയം മണ്ണിനകത്ത് ഇയാൾ പെട്ടുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. ഏതായാലും ആശുപത്രിയിലേക്ക് മാറ്റുകയാണ്. ഇനിയിപ്പോൾ